ഇസ്രായേൽ സ്ട്രാറ്റജിക് അഫയേഴ്സ് മിനിസ്റ്റർ റോൺ ഡെർമർ UAEയിൽ രഹസ്യ സന്ദർശനം നടത്തിയതായി റിപ്പോർട്ട്. ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായാണ് ഇസ്രായേൽ മന്ത്രി UAEയിൽ രഹസ്യമായി എത്തിയത്. ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് ഇസ്രായേൽ മന്ത്രി UAEയിൽ രഹസ്യമായി എത്തിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇസ്രായേലിലെ കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്ററാണ് സന്ദർശന വിവരം റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വിശ്വസ്തനാണ് ഡെർമർ. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ചർച്ചാ സംഘത്തിന് നേതൃത്വം നൽകിയത് ഡെർമർ ആയിരുന്നു. ഉന്നതതല സംഘവുമായാണ് ഡെർമർ UAEയിൽ എത്തിയതെന്നാണ് കാൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഗാസ യുദ്ധത്തിനൊപ്പം സുരക്ഷാ, നയതന്ത്ര വിഷയങ്ങളും സംഘം ചർച്ച ചെയ്തതായി കാൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ റിപ്പോർട്ടിനെക്കുറിച്ച് ഡെർമറിൻ്റെ ഓഫീസ് പ്രതികരിച്ചിട്ടില്ല. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡെർമർ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. 2013-നും 2021-നും US-ലെ ഇസ്രായേലിൻ്റെ അംബാസഡറായിരുന്നു ഡെർമർ. 2020-ൽ UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ എന്നീ രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കിയ അബ്രഹാം ഉടമ്പടിക്കായി നടത്തിയ ചർച്ചകളിൽ സുപ്രധാന പങ്കുവഹിച്ചത് ഡെർമറായിരുന്നു. ഫെബ്രുവരി മുതൽ മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയയും മുൻ ഷിൻ ബെറ്റ് തലവൻ റോണൻ ബാറും നേതൃത്വം നൽകിയ ഗാസ വെടിനിർത്തൽ ചർച്ചകളുടെ ചുമതല അദ്ദേഹം ഏറ്റെടുത്തു. മധ്യസ്ഥർ അവതരിപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിന് ഹമാസ് സമ്മതിച്ചതായി മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ ബാസെം നയീം തിങ്കളാഴ്ച പറഞ്ഞു. പലസ്തീൻ തടവുകാരെ മാറ്റിസ്ഥാപിക്കുന്നതിനും പോരാട്ടം അവസാനിപ്പിക്കുന്നതിനും പകരമായി ഗാസയിൽ 60 ദിവസത്തെ വെടിനിർത്തലിന് ഹമാസ് സമ്മതിച്ചതായി റോയിറ്റേഴ്സും തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തു. ഗാസ മുനമ്പിലെ ശേഷിക്കുന്ന ഇസ്രായേൽ തടവുകാരിൽ പകുതി പേരെയും മോചിപ്പിക്കാനും കരാറിൽ വ്യവസ്ഥയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗാസയിൽ ഏകദേശം 49 പേരെ തടവിലാക്കിയിട്ടുണ്ടെന്നാണ് കരുതുന്നത്. അതിൽ 20 പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഗാസയിൽ വെടിനിർത്തലിന് സമ്മതിച്ചുവെന്ന ഹമാസിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രതികരണവുമായി നെതന്യാഹു രംഗത്ത് വന്നു. പ്രതികരണത്തിൽ നെതന്യാഹു നടത്തിയ ചില പരാമർശങ്ങൾ ചർച്ചയാവുകയാണ്. നിങ്ങളെപ്പോലെ തന്നെ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ ഞാനും കേൾക്കുന്നു. അവയിൽ നിന്ന് നിങ്ങൾക്കൊരു ധാരണ ലഭിക്കും. ഹമാസ് കടുത്ത സമ്മർദ്ദത്തിലാണ്. ഇങ്ങനെയാണ് നെതന്യാഹു പറഞ്ഞത്. എന്നാൽ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതായി ഇസ്രായേൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഗാസയിൽ വെടിനിർത്തലിനായി കൊണ്ടുവന്ന പുതിയ കരാർ ഹമാസ് അംഗീകരിച്ചതായി കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ടുകൾ വന്നത്. വാർത്താ ഏജൻസിയായ AFP ആണ് ആദ്യം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഒരു മാറ്റവും ആവശ്യപ്പെടാതെ കരാർ ഹമാസ് അംഗീകരിച്ചെന്നും ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചതായി AFPയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ ചർച്ചകൾ നടത്തിയത്. കഴിഞ്ഞ 22 മാസത്തിലേറെയായി ഗസയിൽ സംഘർഷം തുടരുന്നു. 60 ദിവസത്തെ പ്രാരംഭ വെടിനിർത്തലാണ് കരാറിൻ്റെ ആദ്യഘട്ടം. തുടർന്ന് 2 ഘട്ടങ്ങളായി ബന്ദികളെ മോചിപ്പിക്കുമെന്നും AFP റിപ്പോർട്ടിൽ പറയുന്നു. 60 ദിവസത്തെ വെടിനിർത്തലിനും തുടർന്ന് ഹമാസ് ബന്ദികളാക്കിയ 10 ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ഈജിപ്ത്, ഖത്തർ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതായി ദി നാഷണലും പിന്നീട് റിപ്പോർട്ട് ചെയ്തു. തടവിലായിരിക്കെ മരിച്ച 18 ബന്ദികളുടെ ഭൗതികാവശിഷ്ടങ്ങളും കൈമാറാൻ ഹമാസ് സമ്മതിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു.